സംസ്ഥാനത്തെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കാൻ പുതിയ സംവിധാനം ഒരുങ്ങുന്നു. സഹകരണ മേഖലയിൽ ത്രിതല സംവിധാനമാകുമൊരുക്കുക. കേന്ദ്ര സഹകരണ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം. ഇതേക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതി ഉടൻ നിലവിൽ വരും. ജനം ബ്രേക്കിംഗ്. ശ്യാം പ്രസാദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്യാമ, പ്രത്യേക സമിതി ഉടൻ എത്തും എന്നുള്ളതാണ്. അതായത് ഈ കേന്ദ്ര സഹകരണ നിയമം നടപ്പിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പുതിയ നീക്കം എങ്ങനെയാണ് വിവരങ്ങൾ? അശ്വതി രാഗി, സംസ്ഥാനത്ത് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്ക് പ്രധാനമായും നിയന്ത്രണം വരുന്നു. എന്തായാലും മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് പുറത്ത് വ്യക്തികൾ ഒന്നിലധികം സ്ഥാപനങ്ങൾ വ്യക്തികളുമായി തുടങ്ങുന്ന സംഘങ്ങളാണ്. പ്രധാനമായി ഇത് കേന്ദ്ര മിനിസ്റ്ററുടെ കീഴിലാണ് വരുന്നത്. നിലവിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സംസ്ഥാനത്തിന് യാതൊരു നിയന്ത്രണവുമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരാനായിട്ട് നീക്കം നടത്തുന്നത്. കേന്ദ്ര നിയമത്തിൻ്റെ ഭേദഗതി കൂടിയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഈ നീക്കം കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും പ്രധാനമായും കേരള ബാങ്ക് ഉൾപ്പെടെയുള്ളവ പ്രധാനമായും ജില്ലാ ബാങ്കുകളായി ലയിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രാഥമിക സഹകരണ ബാങ്കുകളായി ലയിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തും. കേന്ദ്ര ഫണ്ട് അടക്കമുള്ളവ ഇങ്ങോട്ടേക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് അറിയാം, പ്രധാനമായും കേരള ബാങ്കിൻ്റെ കാര്യത്തിലടക്കം ഇത്തരത്തിൽ നിയന്ത്രണങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. ആ കേരള ബാങ്കിൽ നിലവിൽ ഇത്തരത്തിൽ മറ്റ് നടപടികളിലേക്ക് പോകാതെ തന്നെ സംസ്ഥാന രജിസ്ട്രാറുടെ കീഴിലാണുള്ളത്. അതിനെ അടക്കം ഇത്തരത്തിൽ പരിധിയിലേക്ക് വരുത്താൻ തന്നെയാണ് പ്രധാനമായും നിയമം കൊണ്ടുവരികയും ചെയ്യുന്നത്. ത്രിതല സംവിധാനമാണ് ഒരുങ്ങുകയും ചെയ്യുന്നത്. അതായത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ തൊട്ടുള്ള ത്രിതല സംവിധാനമാണ് ഒരുങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പുതിയ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ 65ഓളം സംസ്ഥാനത്തിന് പുറത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 35 എണ്ണം മാത്രമാണ് കേരളത്തിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് സംസ്ഥാനത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, ഓഡിറ്റ് സംവിധാനങ്ങളൊന്നും തന്നെയില്ല. അതിനാൽ തന്നെ ഇവർക്ക് പൂട്ടിടാൻ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ ഇത്തരത്തിലൊരു നിയമം, ത്രിതല സംവിധാനം അടക്കമുള്ള നിയമങ്ങൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. എന്തായാലും സംസ്ഥാനത്തെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ 4 സഹകരണ സംഘങ്ങൾ ഇപ്പോൾ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവരുടെ അന്വേഷണ പരിധിയിലുണ്ട്. ഇതിനെല്ലാം തന്നെ കടിഞ്ഞാണിടാനും പ്രധാനമായും ഓഡിറ്റുകൾ വസ്തുനിഷ്ഠപരമായി അന്വേഷിക്കാനുമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലേക്ക് ത്രിതല സംവിധാനം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ പ്രത്യേക സമിതി വരും ദിവസങ്ങളിൽ ഒരുങ്ങുന്നത്. അശ്വതി രാഖി. ശരി, വളരെ വ്യക്തമാണ്. അതായത് കേന്ദ്ര സഹകരണ നിയമം നടപ്പിലാക്കുകയാണ്. അതിന്റെ ഭാഗമായി അതിന്റെ ഒരു അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കങ്ങൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ശ്യാമ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇതേക്കുറിച്ച് പഠിക്കാനായി പ്രത്യേക സമിതി ഉടൻ നിലവിൽ വരികയും സ്വാഗതാർഹമായ തീരുമാനമല്ലേ. പ്രത്യേകിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതിയും തട്ടിപ്പും സംഭവിച്ചത് എന്താണ് കോടതി കൂടി ചൂണ്ടിക്കാട്ടിയ ചില നിരീക്ഷണങ്ങളുണ്ട്. എന്തായാലും അല്ല, ഈ സഹകരണ ബാങ്കുകൾക്കൊക്കെ ഒരു കടിഞ്ഞാണിടേണ്ട അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ കണ്ടല കരുവന്നൂരൊക്കെ അത്രത്തോളം ഫേമസ് ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. പക്ഷേ ചെറിയ ചെറിയ സഹകരണ ബാങ്കുകളുണ്ട് രാഖി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. അപ്പോൾ പേരൊന്നും ഞാൻ അടുത്ത് പറയുന്നില്ല. പക്ഷേ ഇവരെയൊക്കെ ഈ കോൺഗ്രസ് അധീനതയിലുള്ള സഹകരണ ബാങ്കാണ് കേട്ടോ. ഇവരുടെയൊക്കെ പിറകിൽ അന്വേഷിച്ച് പോയാൽ വലിയ തട്ടിപ്പാണ്. ഇത്തരത്തിൽ ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് സഹകരണ സംഘങ്ങൾ വളരുന്നൊരു കാഴ്ചയുണ്ട്. കാരണം ഇത്തരത്തിൽ ചിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ അതിലേക്ക് ആകർഷിച്ച് വരുത്തുന്നു. ആദ്യം നിങ്ങൾക്ക് ചിട്ടി തരാമെന്ന് ബാങ്കിൻ്റെ തന്നെ ഒരു ഒരു എംപ്ലോയി വന്നിട്ട് പറയുകയാണ്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് കമ്മീഷൻ തട്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു അറിയാമോ? ഈ ആദ്യം കൊടുത്ത ചിട്ടി പൈസ അങ്ങ് ലോണിൽ വകവെക്കും. പിന്നീട് അവർ പോലും അറിയത്തില്ല. അതായത് ഈ ചിട്ടി പൈസ എന്ന് കരുതി വാങ്ങുന്നവർ അറിയുന്നില്ല ഇത് ലോൺ തുകയാണെന്ന്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് ആളെത്തുമ്പോഴായിരിക്കും അറിയുന്നത് ഓക്കെ ഇത് തങ്ങൾ വാങ്ങിയത് ഇത്തരത്തിൽ ലോണാണ്. ഈ ചിട്ടി പൈസ എന്ന് പറഞ്ഞാൽ ലോണിൽ അങ്ങ് അടയ്ക്കും. അപ്പൊ അങ്ങനെ വലിയ വമ്പൻ തട്ടിപ്പാണ്. എന്തായാലും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന വമ്പൻ തട്ടിപ്പ് അല്ലേ? അതെ തീർച്ചയായും. അതിനെപ്പറ്റി ഞാൻ കൃത്യമായി പഠിക്കുകയാണ്. അത് പഠിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗിലേക്ക് നമ്മുടെ പ്രതിനിധി സംഘത്തെ അയച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ഒരു വലിയ ബ്രേക്കിംഗ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്.